பேரு பருந்த அந்த பருந்து கீழ 100 பசங்க പറയുന്നേ റിയാക്റ്റീവ് ഒക്കെ കണ്ട് എൻ്റെ അടുത്ത് കുറേ പേര് ഇങ്ങനെ ചോദിച്ചായിരുന്നു ബ്രോ എല്ലാത്തിലും അഭിപ്രായം പറഞ്ഞ് വീഡിയോയുടെ അടി വന്ന് ഇങ്ങനെ തൊലിച്ചുകൊണ്ടിരിക്കുന്നത് നീ എന്താടാ ഇതിനൊന്നും അഭിപ്രായം പറയാത്തത് നിനക്ക് പേടിയാണോ നീ സംഖ്യയല്ലേ നീ മറ്റേ അതല്ലേ എന്നൊക്കെ പറഞ്ഞ് 2 ദിവസമായിട്ട് സമാധാനമില്ല അതങ്ങനെ കേരളത്തിലെ എല്ലാവരും അവിടെയല്ലേ ഇപ്പം അതുകൊണ്ട് ഒരു സമാധാനമില്ല സത്യം പറഞ്ഞാൽ എനിക്ക് ഡൽഹിയിൽ പോയി പ്രൊട്ടസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ല ഞാൻ ശരിക്കും പറയാം പക്ഷേ ഇതിന്റെ സീരിയസ്നെസ് കുറെ പേർക്ക് അറിയത്തില്ല ഒന്നാമത്തെ കാര്യം ഇതിന്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഗൈസ് എന്നെ പിടിച്ച് മറ്റേ ഇതാക്കി കളയാം അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇതാക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം ഗൈസ് നമ്മുടെ ഗെയിമിനകത്ത് പോലും ഈ ഇടയ്ക്ക് വളരെ റീസെൻ്റ്ലി നടന്നൊരു കാര്യവും അത് കഴിഞ്ഞ് നടന്നതിനകത്തൊരു കാര്യം പോലും നമ്മൾ അഡ്രസ്സ് ചെയ്ത സമയത്ത് നീ ഹിന്ദു ആയതുകൊണ്ടല്ലടാ അത് പറഞ്ഞെന്ന് പറഞ്ഞ് കമന്റ് സെക്ഷനിലും ഷോർട്സിലും വെട്ടിയിട്ട് എൻജോയ് ചെയ്തൊരു നാട്ടിലാണ് ഞാൻ ജീവിക്കുന്നത് എനിക്ക് ഇവിടെ നടക്കുന്ന എന്ത് കാര്യത്തിൽ അഭിപ്രായം പറയണമെങ്കിൽ പോലും എനിക്ക് എൻ്റെ ജാതിയും മതവും മറ്റേ ഇതൊക്കെയാണ് ഏറ്റവും ഫസ്റ്റ് കാര്യമായിട്ട് ആൾക്കാരെടുക്കുന്നത് എന്തെങ്കിലും ഒരു സാധനത്തിനെ പറ്റി അഭിപ്രായം പറഞ്ഞാൽ അതിൻ്റെ പുറത്ത് അപ്പോഴേ ഒന്നെങ്കിൽ എന്നെ പിടിച്ച് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പാർട്ടിക്കാരനാക്കി കളയും അല്ലെങ്കിൽ പറയും ഇവൻ്റെ മതം അതായതുകൊണ്ടാണ് ഇത് രണ്ടും എന്ന് നിൽക്കുന്നു അന്നേ നമ്മുടെ നാട്ടിലെ എല്ലാ സാധനങ്ങളും തീരത്തുള്ളൂ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാട്ടിൽ ഒരാളൊരു അഭിപ്രായം പറയുമ്പോൾ ആ അഭിപ്രായം അവൻ്റെ മതത്തിനെ റിലേറ്റ് ചെയ്തിട്ടാണ് അവൻ സംസാരിക്കുന്നത് അല്ലെങ്കിൽ അവൻ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടിയെ പറ്റിയാണ് സംസാരിക്കുന്നത് എന്ന് പറയുന്നിടത്താണ് ഈ തോട്ട് ആൾക്കാരിൽ എന്ന് മാറുന്നോ അന്നേ മാറത്തുള്ളൂ ഇപ്പം നടക്കുന്ന പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് ഒരു ജെൻസി രീതിയിലുള്ള പ്രൊട്ടസ്റ്റാണ് അത് എല്ലാവർക്കും അവരുടെ എന്താ പറയുക അവർ എക്സിക്യൂട്ട് ചെയ്യുന്ന രീതി എല്ലാവർക്കും പിടിക്കുമെന്ന് വരുന്നില്ല കാരണം നമ്മളൊക്കെ ഇത്രയും നാൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് ഇതല്ല എന്ന് വെച്ചാൽ വേറൊരു ടൈപ്പ് ഓഫ് സമരവും മറ്റേ ഇത് മുദ്രാവാക്യവും അങ്ങനത്തെ കുറേ സാധനങ്ങളും ഒക്കെയാണ് പക്ഷേ ഈ ജെൻസി പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്ന ഒരു രീതിയെ വേറെയാണ് അവരുടെ ഒരു രീതിയെ വേറെയാണ് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം കുറേ പേർക്ക് ഇത് ഭയങ്കര സില്ലി ഇഷ്യൂ പറഞ്ഞു വരുമ്പോൾ മറ്റേ ചെറിയ കാര്യമാണ് എടാ ലോൺ എടുത്ത് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ കൊച്ചുങ്ങളെ എങ്ങനെ പഠിപ്പിക്കുമെന്ന് പറഞ്ഞ് പ്രവാസിയായിട്ടൊക്കെ വെളിയിൽ പോയി കിടക്കുന്നവർക്കും ഡെയിലി കൂലിപ്പണിക്ക് പോയി സേവ് ചെയ്ത് പഠിപ്പിക്കുന്നവർക്കും ഒക്കെ ഇത് വലിയ ഇഷ്യൂ ആണ് സത്യം പറയാൻ കഴിച്ചു ഇതൊരു ചെറിയ പ്രശ്നമല്ല അത് അവർക്ക് ഇതൊരു വലിയ പ്രശ്നമല്ല ഞാൻ ഇതിന്റെ റിട്ടേൺ എങ്ങനെ അതായത് ഇത് എങ്ങനെ സോൾവ് ചെയ്യാൻ വേണ്ടി മന്ത്രിയെ മാറ്റണം അതൊന്നും അല്ല ഞാൻ പറയുന്നത് സൊല്യൂഷൻ കണ്ടുപിടിക്കണം ഇതിനൊരു സൊല്യൂഷൻ വേണം മനസ്സിലായോ സൊല്യൂഷനാണ് വേണ്ടത് അല്ലാതെ ഇവര് പറയണത് പോലെ മന്ത്രി മാറണം അല്ലെങ്കിൽ ഇത് മാറണം അത് മാറണം അതല്ല അത് പറയുമ്പോൾ പറയും പാർട്ടിയോടുള്ള ടാർഗറ്റ് ആണെന്ന് അതല്ല ഞാൻ പറയണം ഇതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കണം കാരണം കഷ്ടപ്പെട്ട് ഉറക്കമുളച്ച് കുത്തിയിരുന്ന് ഇതൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടി പഠിക്കുന്ന ഒരുപാട് പിള്ളേർ നമ്മുടെ നാട്ടിലുണ്ട് അവരുടെ ഇടയ്ക്കോട്ട് ഇതേപോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ബാക്കിയുള്ള സാധനങ്ങളും പൈസ കൊടുത്ത് ബൈ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതൊരു വലിയ ശോകമാണ് ചെയ്യുന്നത് കാരണം ഉറക്കമുളച്ചും ഇതുപോലെ കുത്തിയിരുന്ന് പഠിക്കുന്ന ആൾക്കാരോടുള്ള കൊടുക്കുന്ന പട്ടി വിലയാണത് സോ വാട്ട് എവർ ഇറ്റ് ഈസ് അതിന് എന്താണോ സൊല്യൂഷൻ അത് ഞാൻ പറയണതെന്ന് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞില്ലേ ഇതുപോലെ മറ്റേ സാധനമല്ല ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം കണ്ടുപിടിക്കണം അത് ഞാൻ വേറെ ഒരു കൂട്ടം ഓഫ് ആൾക്കാർ പറയുന്നുണ്ട് കേരളത്തിൽ PSCയുടെ സംഭവത്തിനും ഇത് നടന്നിട്ടുണ്ടെന്ന് അത് നടന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനും സപ്പോർട്ട് ചെയ്യണം നമ്മൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങനത്തെ നമ്മുടെ ലൈവിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കുറച്ച് കാര്യം എന്ന് പറഞ്ഞാൽ പാർട്ടി റിലീജിയൻ ഇങ്ങനത്തെ അല്ലെങ്കിൽ ഇതുപോലത്തെയൊക്കെ സംഭവങ്ങളുടെ ഇൻവോൾവ്മെന്റ് ഉള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറില്ലെന്ന് പക്ഷേ തുടക്കത്തിൽ നമ്മൾ ഡിസൈഡ് ചെയ്തിരുന്ന ഒരു സാധനമാണ് അത് മനസ്സിലായോ തുടക്കത്തിൽ നമ്മൾ പക്ഷേ പിന്നീട് അങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ ഇങ്ങനത്തെ സോഷ്യൽ കാര്യങ്ങളിലും ടെലഗ്രാം ഇഷ്യൂസിലും ഒക്കെ ഇടപെട്ടപ്പം ഒബ്വിയസ്ലി ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ എനിക്കിപ്പം റിയാക്ട് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു സാഹചര്യത്തിലായി അതുകൊണ്ടാണ് ഞാൻ ഇത് ഇത്രയും പറഞ്ഞത് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഗൈസ് ഇത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പ്രൊട്ടസ്റ്റ് രീതി നിങ്ങൾക്ക് ഇതിനോടുള്ള ഒരു അഭിപ്രായം എങ്ങനെ അത് സോഷ്യൽ മീഡിയ കൂടോ നിങ്ങൾ വണ്ടി പിടിച്ച് ഡൽഹിയിലൊന്നും പോകണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഡു ക്രിയേറ്റ് റെലവൻറ്റ് സോഷ്യൽ മീഡിയ കോണ്ടന്റ്സ് അല്ലാതെ അവിടെ പോയി നിങ്ങൾ ഒരുങ്ങുന്നതും ഡേ ഇൻ മൈ ലൈഫും അതൊന്നും കാണിക്കേണ്ട നിങ്ങൾക്ക് ഇതിനോടുള്ള നിങ്ങൾക്ക് നേരിട്ട് പോയി പ്രൊട്ടസ്റ്റിനകത്ത് പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ യു ഗൈസ് ക്യാൻ ഗോ ഒന്നുമില്ല അതിലൊരു പ്രശ്നമില്ല പക്ഷെ എല്ലാവരും അത് ചെയ്യണമെന്നില്ല നമുക്ക് ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയാം ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടി ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ സ്റ്റുഡൻ്റ് ആണ് പുള്ളിക്കാരുടെ പ്രൊട്ടസ്റ്റ് അറിയിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നേരിട്ട് പോകേണ്ട ആവശ്യമുണ്ടോ ലൈക്ക് അങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റാത്ത ഒരാളാണെന്ന് വിചാരിച്ചോ പുള്ളിക്കാരിക്ക് ഒരു കോണ്ടന്റ് ചെയ്യാം അല്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കാം എന്ത് വേണേൽ ചെയ്യാം മനസ്സിലായോ ലൈക്ക് ഇതാണ് അതൊക്കെ ഇത് നിങ്ങളുടെ ഇഷ്ടമാണ് എങ്ങനെ ചെയ്യണം ഏത് രീതിയിൽ ഇതിനെ എക്സ്പ്രസ് ചെയ്യണം എന്നുള്ള സാധനമാണ് പക്ഷേ ഇതൊരു റെലവൻറ്റ് ടോപ്പിക്കാണ് ഇതൊരു റെലവൻ്റ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇതിലേക്ക് പാർട്ടിയെ ഡ്രാഗ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല പാർട്ടിയെ ഡ്രാഗ് ചെയ്യാൻ താല്പര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ പറ്റി പറഞ്ഞാൽ എന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടിയിലെ മെമ്പറാക്കി കളയും
അതേ എനിക്ക് പറയാനുള്ളൂ. അതുപോലെ ഇതിനകത്തോട്ട് ഗൈസ്, ഈ ഒരു ഇഷ്യൂവിനകത്തോട്ട് മതം വാരി എറിയാൻ വേണ്ടി നമ്മുടെ നാട്ടിലെ കുറേ അവന്മാർ ഭയങ്കരമായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കൂടെ കേരളത്തിലെ PSCയുടെ ഇഷ്യൂവും പറഞ്ഞ് അതിനകത്തും ഈ മതത്തിൻ്റെ കാര്യവും അതും ഇതും എല്ലാം എടുത്തിട്ട് ഇങ്ങനെ കുത്തിക്കയറ്റാൻ ഇവന്മാരെയൊക്കെ നിങ്ങൾ പച്ച വെള്ളത്തിൽ പോയി ഇവന്മാരെ തുപ്പി താറ്റി വിടണം. ഞാൻ പറയാം, നിങ്ങൾ ഈ ജനറേഷനിലുള്ളവർ വിചാരിച്ച ഇതൊക്കെ മാറ്റാൻ പറ്റും ഗൈസ്. നമുക്ക് മാറ്റേണ്ടത് ഈ പറയണ ഇതിനകത്ത് വന്ന പോരായ്മകൾ മാറ്റി നല്ലത് തിരിച്ചു കൊണ്ടുവരുന്ന സാധനം. അതിലേക്ക് മതം കുത്തിക്കയറ്റുന്നവന്മാരെ മൈൻഡ് പോലും ചേർത്ത് തുപ്പി വിടണം. സത്യമായിട്ട് ഞാൻ പറയാം, അത് മാത്രമേ എനിക്ക് ഈ ഒരു കാര്യത്തിൽ അഭിപ്രായം പറയാനുള്ളൂ. എല്ലാം നന്നായിട്ട് വരട്ടെ, അടിപൊളിയായിട്ട് വരട്ടെ, എല്ലാം ഫിക്സായി സോൾവ് ആയി നമ്മുടെ സിസ്റ്റത്തിന് പറ്റിയ അല്ലെങ്കിൽ നമ്മുടെ ആ എഡ്യൂക്കേഷണൽ സിസ്റ്റം അടക്കം അതിനകത്ത് ഉണ്ടാകുന്ന പോരായ്മകളെല്ലാം എത്രയും പെട്ടെന്ന് സോർട്ട് ചെയ്ത് വരട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. ഇത് പക്ഷെ പറഞ്ഞില്ലെങ്കിൽ ഒരു നമ്മൾ പേടിച്ചിട്ടിരിക്കുന്ന അങ്ങനത്തെ ഒരു സാധനമാക്കും. എൻ്റെ കുറേ ഫ്രണ്ട്സ് പോയതിന് അവർ തന്നെ കണ്ട കാര്യം പറഞ്ഞതാ. ബ്രോ എന്തോ ഒരു പ്രൊട്ടസ്റ്റ് വരുമ്പോൾ പോലീസ് ഡ്യൂട്ടി ചെയ്യുന്നവർ അവർ ട്രിഗർ ചെയ്തതെല്ലാം ഒരു പോലീസ്. ബ്രോ ഞാൻ പറയണത് ഈ അവിടുത്തെ അടിയും വഴക്കിനെയും പറ്റിയല്ല, പക്ഷെ ഇതൊരു അഡ്രസ്സ് ചെയ്യേണ്ട ഇഷ്യൂ അല്ലേ, അത് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളെല്ലാവരും പറയണ ഒരു കാര്യം നിങ്ങളെല്ലാം ചിന്തിക്കും. ഇത് ഡിസ്കസ് ചെയ്യപ്പെടാതിരുന്നാൽ ഇത് എത്രത്തോളം ഇഷ്യൂ ആവും, അല്ലെങ്കിൽ ഇത് ഫ്യൂച്ചറിലോട്ട് ഇങ്ങനെ ക്യാരി ഫോർവേഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മര്യാദയ്ക്ക് പഠിച്ച് പാസ് ഔട്ട് ആവാൻ നോക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും? ഞാൻ അതാ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത്. ഇത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഇഷ്യൂ ആണ്, അത് അഡ്രസ്സ് ചെയ്തു. ബാക്കി അതിന്റെ പ്രൊട്ടസ്റ്റ് രീതികളൊക്കെ ആരാ പ്ലാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ പറ്റി ഒന്നും എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇത്രേ ഉള്ളൂ അതിനെ പറ്റി പറയാൻ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ സ്ട്രീം. നമുക്ക് ഇന്ന് കുറച്ച് നേരം ഡിസ്കോഡൊക്കെ നോക്കാം. ഇന്ത്യ ജയിച്ചു. ഇന്ന് കളി ഉണ്ടായിരുന്നോ? ഹ്യൂജ് റെസ്പെക്ട് ഫോർ സ്പീക്കിംഗ് ഫോർ us. താങ്ക് യു സോ മച്ച് എടാ. നിങ്ങൾ ഒരുപാട് പേര് ജെൻസി കിഡ്സ് ഇല്ലേ എടാ? നിങ്ങളൊക്കെ നിങ്ങളുടേതായിട്ടുള്ള രീതിയിലത്തെ സാധനങ്ങളൊക്കെ ചെയ്യും. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലത്തെ ആരെയും മറ്റേ തെറി വിളിക്കാതെയും അല്ലെങ്കിൽ ഞാൻ പറയണ അങ്ങനെയല്ല. പക്ഷെ ഒരാൾക്ക് ഒരു കാര്യം പറയാൻ വേണ്ടി ഒരാളെ മറ്റേ ഇതാക്കേണ്ട അല്ലല്ലോ. നമുക്ക് അങ്ങനത്തെ സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും കൂടുതൽ കിട്ടുന്നത്. സോ മര്യാദക്കൊക്കെ സംസാരിക്കുന്ന രീതിയിലുള്ള കോണ്ടന്റ് ഒക്കെ ഉണ്ടാക്കി സെറ്റായിട്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ രീതിയിൽ പ്രതിഷേധിക്കാം. മനസ്സിലായ? നിങ്ങൾ ജെൻസി പിള്ളേർക്കും അടിപൊളിയായിട്ട് ഇമ്പാക്റ്റുകളൊക്കെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്, ഉറപ്പാണ്.